ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭയുടെ അഹമ്മദാബാദ് മെത്രാസനം 2024-25 ആരാധനാ വർഷമായി ആചരിക്കുകയും അതിൽ തന്നെ ഓരോ മാസങ്ങളിലും പ്രത്യേകം വിഷയങ്ങൾ നാം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യമാണല്ലോ നാം നടത്തുന്നത്. അതനുസരിച്ച് മാർച്ച് മാസത്തിൽ നമ്മളുടെ കുടുംബങ്ങളിലെ നീറുന്ന പ്രയാസങ്ങളെ ഓർക്കുവാനും അവയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുമുള്ളതായ മാസമാണ്. ആധുനിക ലോകം വളരെ പ്രശ്നസങ്കീർണമായ ഒരു ലോകമാണ്. ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ യുവതലമുറ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ആധുനിക ലോകം നേരിടുന്നതായ ഏറ്റവും വലിയ പ്രതിസന്ധി. തന്മൂലം കലഹങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ തന്നെ ഡിവോഴ്സുകൾ, വിവാഹമോചനം തുടങ്ങിയവ നമ്മുടെ കുടുംബങ്ങളിലെ ഒരു നിത്യസംഭവങ്ങളായി മാറുന്നു എന്നുള്ളതിൽ വളരെയേറെ ദുഃഖമുണ്ട്. ഇതിന് കാരണമാകുന്നതായ പല പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഒന്ന് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നാം പറയുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിലും ആത്മീയതയിലുമുള്ളതായ കുറവ്, ശോഷണമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനയുടെ കുറവ്, അതുപോലെ വേദപുസ്തക വായനയിലുള്ള കുറവ്, അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ആധുനിക ജീവിതക്രമമാണ്. പരമ്പരാഗതമായ ക്രൈസ്തവ ഭവനങ്ങളിൽ നാം ആചരിച്ചു വന്നിരുന്ന പ്രാർത്ഥനയും വേദപുസ്തക വായനയും കൂട്ടായ്മയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളതായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയാണ് ഒന്നാമത്. രണ്ടാമത് ആധുനിക ജീവിത ശൈലി, അതുപോലെ തന്നെ സെക്കുലർ മനോഭാവം. ഇതൊക്കെ നമ്മുടെ തലമുറയെ ദൈവം എന്നുള്ളതായ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറ്റി സയൻസും അതുപോലെയുള്ളതായ ധനവും ഒക്കെ മാനേജ് ചെയ്യുന്നതായ, അല്ലെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കുന്നതായ ഒരു തലമുറയിലേക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് കുടുംബത്തിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ളതായ ബന്ധത്തിൽ വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അവരവരുടെ മുറിയിലേക്ക് ഒറ്റപ്പെടുന്നു. മാതാപിതാക്കൾ ഔദ്യോഗിക ജോലിയും കുടുംബത്തിലെ ജോലി തിരക്കുകളും അതുപോലെ തന്നെ സാമൂഹികമായ അവരുടെ പ്രതിബദ്ധതകളും മൂലം അവർ എപ്പോഴും വ്യാപൃതരാണ്. ആയതിനാൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾ ആയിട്ടുള്ളതായ ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുന്നു. പ്രാർത്ഥനാ നിമിഷങ്ങൾ ഇല്ലാതെയാകുന്നു. അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നു. അതുമൂലം അവർ മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. അവർ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ തലമുറയുടെ ശോഷണത്തിന്, നഷ്ടത്തിന് കാരണമാകുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ഇടയിൽ കാണുന്നതായ മറ്റൊരു പ്രത്യേകതയാണ് ഇൻ്റർഫെയ്ത്ത് മാര്യേജുകൾ, മതാന്തര വിവാഹങ്ങൾ, അതുപോലെ തന്നെ ഇൻ്റർ ഡിനോമിനേഷണൽ വിവാഹങ്ങൾ. ഇത് നമ്മുടെ പരമ്പരാഗത ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. നാം ആചരിച്ചു വരുന്ന, നാം കണ്ടുവരുന്നതായ, നാം വിശ്വസിച്ചു വരുന്നതായ കാര്യങ്ങളിൽ ഇവിടെ ഇതുമൂലം പലതരത്തിലുള്ളതായ ശോഷണങ്ങളും ഉണ്ടാവുകയാണ്. പങ്കാളിയുടെ മതം വ്യത്യസ്തമാകുമ്പോൾ ആശയങ്ങളിലും വ്യത്യസ്തതയുണ്ടാകും. ചിലപ്പോൾ പങ്കാളികളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരാതെയും ഇരിക്കുകയോ അല്ലെങ്കിൽ മതം മാറിപ്പോവുകയോ ചെയ്യുന്നതായ
ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻ്റർ ഡിനോമിനേഷണൽ മാരേജസ്. വിശ്വാസങ്ങളിൽ, ആരാധനകളിൽ ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഈ കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാണ് എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കുക. നാലാമതായിട്ട് വർക്ക് ലൈഫ് ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാകുക. ഇന്ന് വളരെയധികം സ്ട്രെസ് ഒരു മാറ്ററാണ്. ജോലി തിരക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, ജോലിയും ജീവിതവും തമ്മിലുള്ളതായ നൈസർഗികമായി കൊണ്ടുപോകുവാൻ കഴിയാതെ പോകുന്നതായ ഒരു സമയം ആണ് ഇത്. ജോലി രംഗത്തുള്ളതായ ടെൻഷൻ, അവരുടെ ഡിമാൻഡ്, ഇതൊക്കെ നിറവേറ്റുവാനായി പലപ്പോഴും നാം കുടുംബജീവിതത്തെ, വ്യക്തി ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അവിടെ നാം ചെയ്യേണ്ടത് ജോലിയേക്കാൾ വലുത് കുടുംബ ബന്ധമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണം. അഞ്ചാമതായിട്ട് നാം കാണുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മാരിറ്റൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിവോഴ്സ് എന്നുള്ളതാണ്. വിവാഹമോചനം ഇന്ന് വലിയൊരു സംഭവമല്ല. അത് സർവ്വസാധാരണമായി നാം കാണുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പലരും വിവാഹമോചിതരാകുന്നു. സെൽഫിഷ്നെസ്, സ്വാർത്ഥത കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക ചിന്താഗതികളുള്ളതായ മാറ്റം, ഏകപത്നീവ്രതം, പാതിവ്രത്യം, ഇവയൊക്കെ നഷ്ടപ്പെടുന്നതായ, അതിനെയൊക്കെ വലിയൊരു സങ്കല്പങ്ങളായി മാത്രം മാറുന്നതായ ഒരു കാലഘട്ടമാണ്. ഇതൊരു വലിയൊരു വെർച്യു ആയിരുന്നു, ഒരു സങ്കല്പമായിരുന്നു നമ്മുടെ മുൻ തലമുറകൾക്ക്. എന്നാൽ ഇന്നത് നഷ്ടപ്പെട്ടു പോകുന്നോ, അത് വലിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, കുടുംബത്തിലുള്ളതായ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയാസമാണ് നമ്മളുടെ പ്രായമായ മാതാപിതാക്കൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ. ഇന്ന് പല മാതാപിതാക്കളും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും വിദേശത്തോ മറ്റ് പ്രദേശങ്ങളിലോ ജോലി ചെയ്യുന്നവരാണ്. തന്മൂലം മാതാപിതാക്കൾ ഭവനങ്ങളിൽ ഒറ്റപ്പെടുകയാണ്. അവർക്ക് വേണ്ടുന്നതായ സപ്പോർട്ടീവ് സിസ്റ്റം ഇന്ന് വളരെ കുറവാണ്. അത് അവരെ വളരെയധികം ആകുലരാക്കുന്നവരാണ്. മെഡിക്കൽ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇന്ന് അവർ വളരെ അലട്ടുന്നു. ഏകാന്തത വളരെ ഭീകരമായ ഒരനുഭവമാണ്. ഇത് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതിന് തക്കതായ, അവരുടെ പ്രയാസങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിന് തക്കതായ റെമഡി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും നാം നേരിടുന്നതായ ഏറ്റവും വലിയ മറ്റൊരു പ്രയാസമാണ് ഈ മദ്യമയക്കുമരുന്നുകളുടെ അടിമപ്പെടുന്നവരുടെ എണ്ണ കൂടുന്നു എന്നുള്ളത്. ചെറുതലമുറകൾ, കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നുകളിലേക്ക് പോവുകയാണ്. അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ നശിപ്പിക്കുവാൻ ആറ്റം ബോംബിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തലമുറയെ ഇല്ലാതെയാക്കി, ആ ചിന്താശേഷി ഇല്ലാതെയാക്കിയാൽ മതി. ഇന്ന് സമൂഹം നേരിടുന്നത് അത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബർഡൻസും അതുപോലെ തന്നെ സോഷ്യൽ പ്രഷേഴ്സുമാണ്. ധനപരമായ വിനിയോഗത്തിലെ പാളിച്ചകൾ കുടുംബജീവിതത്തെയും സമൂഹത്തെയും ഇന്ന് വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ്. ആഡംബരം, അനാവശ്യ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുക, ക്രെഡിറ്റ് കാർഡ് ലോണുകൾ എടുക്കുക,
ഭവന വായ്പകൾ എടുക്കുക മുതലായവ നമ്മുടെ സമൂഹത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത് നാം മനസ്സിലാക്കി ആഡംബര ജീവിതത്തിലും അതുപോലെ ഉള്ളതായ അമിതമായ വ്യയങ്ങളിൽ നിന്നും മാറി സ്വയം പര്യാപ്തമായ ഒരു ജീവിതശൈലി കണ്ടെത്തുന്നതിൽ നാം വിജയിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ധന വിനിയോഗം ക്രമത്തിലാക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് കഴിയാവുന്നത് മാത്രമേ നാം എടുക്കാവൂ, ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ മാസം, മാർച്ച് മാസം, നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, കുടുംബ പ്രയാസങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, അതുമൂലം വിഷമം അനുഭവിക്കുന്നവരെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ, ആത്മീയതയോടെ, അതുപോലെ തന്നെ നാം നടത്തേണ്ടതായ ഡിസിപ്ലിൻ ആയിട്ടുള്ളതായ ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ട വൈദികരും മറ്റ് ആത്മീയ പ്രസ്ഥാന ചുമതലയുള്ളവരും കൂടുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടുന്നതായ ഉപദേശം നൽകുകയും പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്നതായ ഉത്തേജനം പകരുകയും ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.